പിലിക്കോട് പുത്തിലോട്ട് പാടശേഖരത്തിൽ വീണ്ടും നാട്ടിപ്പാട്ടിന്റെ ശീലുകൾ ഉയർന്നു. പ്രദേശത്തെ മാനന്താർ കാർഷിക കൂട്ടായ്മയാണ് നാടിന്റെ നഷ്ടപ്പെട്ട കാർഷിക പ്രതാപം വീണ്ടെടുക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നാട്ടിപ്പാട്ടിന്റെ ഈണത്തിൽ ഞാറ്റടികൾ പിഴുതെടുക്കുന്ന തൊഴിലാളികൾ, മറുവശത്ത് നിലമൊരുക്കൽ. നഷ്ടപ്പെട്ടുപോയെന്ന് കരുതിയ ആ പഴയ കൃഷിക്കാഴ്ചകൾ വീണ്ടും പുത്തിലോട്ട് വയലിൽ കണ്ണുകളെ കുളിരണിയിക്കുകയാണ്. ഏറെ വർഷങ്ങളായി തരിച്ചിട്ട അതിവിശാലമായ പാടശേഖരത്തിലെ 10 ഏക്കർ വയലിലാണ് മാനന്താർ കാർഷിക കൂട്ടായ്മ കൃഷിയൊരുക്കുന്നത്. നാട്ടിലെ സ്ത്രീ തൊഴിലാളികളാണ് ഇവരുടെ പിൻബലം. തൊഴിലാളികളെ കിട്ടില്ല എന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി 85ഓളം തൊഴിലാളികളാണ് നമ്മുടെ കൂടെ, സ്ത്രീ തൊഴിലാളികളാണ് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത്. കൂടാതെ ഈ കൂട്ടായ്മയിലെ 12 പേരുള്ള ഒരു കൂട്ടായ്മയാണ് മാനന്താർ കാർഷിക കൂട്ടായ്മ. കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങളും 2 ദിവസമായി സജീവമായി വയലിലുണ്ട്. എന്തായാലും എത്ര നഷ്ടം വന്നാലും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കൃഷി ഞങ്ങൾ ചെയ്യും. നാട്ടിലെ സ്ത്രീകൾക്ക് മുഴുവൻ തൊഴിൽ നൽകുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിൻ്റെ പണി നടത്തുക എന്നുകൂടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ മൊത്തം പിന്തുണ ഞങ്ങളുടെ കൂടെയുണ്ട്. വരും വർഷങ്ങളിൽ ഒരുപക്ഷെ ഈ വയലിലെ മൊത്തം 20ഓളം ഏക്കർ കൃഷി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഈ കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങൾക്കുണ്ട്. കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നൊരുക്കം നടത്തിയതിനാൽ മഴയെത്തിയപ്പോൾ തന്നെ കൃഷിപ്പണികൾ ആരംഭിക്കാൻ കഴിഞ്ഞു. നിലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി മറ്റ് പറമ്പുകളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് നമ്മൾ വെള്ളം അടിച്ച് ആണ് ഞാറ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലവർഷത്തിൽ തന്നെ നമ്മൾക്ക് ഈ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ ഒട്ടേറെ അഭിമാനം തോന്നുന്നത് ഇവിടുത്തെ സ്ത്രീ തൊഴിലാളികളാണ്. തീർച്ചയായും അവർ പല ഭാഗത്തു നിന്നുള്ള സ്ത്രീ തൊഴിലാളികളും ഈ സംരംഭത്തിന് നമ്മളോടൊപ്പം ഉണ്ട്. നെൽവയൽ സംരക്ഷണം ഭക്ഷ്യസുരക്ഷയ്ക്ക് മാത്രമല്ല കുടിവെള്ള സംരക്ഷണത്തിന് കൂടിയാണെന്ന ചിന്തയിലാണ് മാനന്താർ കൂട്ടായ്മ രൂപപ്പെട്ടത്. കൃഷിസ്നേഹികളായ പ്രദേശത്തെ 12 പേരാണ് കൂട്ടായ്മയുടെ ശക്തി. പണത്തിന്റെ ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം വിരിഞ്ഞു വരുന്ന കതിർമണികളും ആഴ്ന്നിറങ്ങുന്ന നീർക്കണങ്ങളുമെല്ലാം നേട്ടമാണെന്നതാണ് ഇവരുടെ കാഴ്ചപ്പാട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.